നമസ്കാരം, മണി ന്യൂസിലേക്ക് സ്വാഗതം. ഓരോ മാസവും പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ബിൽ കാണുമ്പോൾ ഞെട്ടാറുണ്ടോ? മാസ ബഡ്ജറ്റിന്റെ നല്ലൊരു ശതമാനം പലപ്പോഴും ഈ പലചരക്ക് സാധനങ്ങൾക്കാണ് നമ്മൾ മാറ്റിവെക്കാറ്, അല്ലേ? എന്നാൽ ഒരു രഹസ്യം പറഞ്ഞാലും നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഈ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ പറ്റും. അതെ, കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നാൽ ഇത് സത്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എങ്ങനെ പലചരക്ക് ബില്ലിൽ ലാഭം നേടാം എന്നതിനെ കുറിച്ചാണ്. കുറഞ്ഞ പൈസയ്ക്ക് എങ്ങനെ പലചരക്ക് സാധനങ്ങൾ വാങ്ങാമെന്നും അതിലൂടെ എങ്ങനെ റിവാർഡുകൾ നേടാമെന്നും നോക്കാം. കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ശരിയായ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുക. ആദ്യം തന്നെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളും പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടോ റിവാർഡോ തരുന്ന കാർഡുകളല്ല. ചില കാർഡുകൾ പലചരക്ക് ഷോപ്പിങ്ങിന് വേണ്ടി സ്പെഷ്യലായി ഡിസൈൻ ചെയ്തവയാണ്. അതുകൊണ്ട് ഉയർന്ന ക്യാഷ് ബാക്ക്, റിവാർഡ് പോയിന്റുകൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഡിസ്കൗണ്ടുകൾ ഒക്കെ കിട്ടുന്ന കാർഡുകൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് സിംപ്ലി സേവ് SBI കാർഡ്, SBI കാർഡ് പ്രൈം പോലെയുള്ള കാർഡുകൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ 10% വരെ റിവാർഡ് പോയിന്റുകൾ തരുന്നുണ്ട്. കാർഡ് എടുക്കുന്നതിന് മുൻപ് പലചരക്ക് പർച്ചേസുകൾ റിവാർഡ് പ്രോഗ്രാമിന്റെ ഭാഗമാണോ എന്ന് ഉറപ്പാക്കാൻ കാർഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ശ്രദ്ധിച്ച് വായിക്കണം. ക്യാഷ് ബാക്ക് ഓഫറുകൾ പ്രയോജനപ്പെടുത്തുക. പല ക്രെഡിറ്റ് കാർഡുകളും പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറുകൾ തരുന്നുണ്ട്. ഇത് ശരിക്കും പൈസ ലാഭിക്കാനുള്ള ഒരു അടിപൊളി വഴിയാണ്. HDFC സോൾറ്റേർ ക്രെഡിറ്റ് കാർഡൊക്കെ പലചരക്ക് ചിലവിൽ 50% കൂടുതൽ റിവാർഡ് പോയിന്റുകൾ വരെ ഓഫർ ചെയ്യുന്നുണ്ട്. ചില കാർഡുകൾക്ക് സൂപ്പർ മാർക്കറ്റുകളുമായി ടൈഅപ്പ് ഉണ്ടാകാം. അങ്ങനെയുള്ള കാർഡുകൾ ഉപയോഗിച്ചാൽ കൂടുതൽ ഡിസ്കൗണ്ടും ക്യാഷ് ബാക്കും ഒക്കെ കിട്ടും. ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ക്രെഡിറ്റിന്റെ ലേറ്റസ്റ്റ് ഓഫറുകൾ എന്തൊക്കെയാണെന്ന് ബാങ്കിന്റെ വെബ്സൈറ്റിലോ ആപ്പിലോ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. റിവാർഡ് പോയിന്റുകൾ വിവേകപൂർവ്വം ഉപയോഗിക്കുക. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന റിവാർഡ് പോയിന്റുകൾ വെറുതെ കളയരുത്. ഇവ കൂട്ടിവെച്ച് നിങ്ങളുടെ പലചരക്ക് ബില്ല് കുറയ്ക്കാൻ ഉപയോഗിക്കാം. ചില കാർഡുകൾ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ള വൗച്ചറുകൾക്കായി ഈ പോയിന്റുകൾ റിഡീം ചെയ്യാൻ അനുവദിക്കും. പൊതുവെ ചില ബാങ്കുകൾ ഈ പോയിന്റുകൾ ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റുകളോ ആക്കി മാറ്റാനും അനുവദിക്കും. ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ചിലവ് കുറയ്ക്കാൻ സഹായിക്കും. ഡിസ്കൗണ്ട് ഉള്ള ഗിഫ്റ്റ് കാർഡുകൾ പ്രയോജനപ്പെടുത്തുക. പല ക്രെഡിറ്റ് കാർഡ് കമ്പനികളും സൂപ്പർ മാർക്കറ്റുകൾക്കായി ഡിസ്കൗണ്ടുകളുള്ള ഗിഫ്റ്റ് കാർഡുകൾ വിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് 5 മുതൽ 10% ഡിസ്കൗണ്ടിൽ ഗിഫ്റ്റ് കാർഡുകൾ വാങ്ങാൻ പറ്റും. ഈ കാർഡുകൾ ഉപയോഗിച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ വീണ്ടും ലാഭം നേടാം. ഇത്തരം ഓഫറുകൾക്കായി നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റോ ആപ്പോ ഇടയ്ക്കിടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. പ്രമോഷണൽ കാലയളവിൽ ഷോപ്പ് ചെയ്യുക. ബാങ്കുകൾ ഫെസ്റ്റിവൽ സീസണുകളിലും മറ്റും കൂടുതൽ റിവാർഡുകളും ഡിസ്കൗണ്ടുകളും തരുന്ന പ്രമോഷണൽ ക്യാമ്പയിനുകൾ നടത്താറുണ്ട്. ഓണം, വിഷു പോലെയുള്ള ഫെസ്റ്റിവൽ സീസണുകളിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂടുതൽ റിവാർഡ് പോയിന്റുകൾ വരെ നേടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വലിയ പർച്ചേസുകൾക്ക് പലിശയില്ലാതെ EMI ഓപ്ഷനുകളും ഉണ്ടാവാം. ഇത്തരം പ്രമോഷനുകൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ ലാഭം നേടാം. സൂപ്പർ മാർക്കറ്റ് ഡീലുകളുമായി ക്രെഡിറ്റ് കാർഡ് ഓഫറുകൾ ചേർക്കുക. സൂപ്പർ മാർക്കറ്റുകൾ ഇടയ്ക്കിടെ ഡിസ്കൗണ്ടുകളും സെയിലുകളും നടത്താറുണ്ട്. ഇവ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഓഫറുകളുമായി ചേർത്ത് ഇരട്ടി ലാഭം നേടാം. ഒരു സൂപ്പർ മാർക്കറ്റ് അത്യാവശ്യ സാധനങ്ങൾക്ക് 10% കിഴിവ് നൽകുമ്പോൾ നിങ്ങളുടെ കാർഡ് 5% ക്യാഷ് ബാക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം 15% ലാഭം കിട്ടും. ഇങ്ങനെയുള്ള ഡീലുകൾക്കായി എപ്പോഴും ശ്രദ്ധിക്കുക. ചിലവുകൾ ട്രാക്ക് ചെയ്യുക. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ ചിലവുകൾ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ബാങ്കുകൾ നിങ്ങളുടെ ചിലവുകൾ തരം തിരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തരും. ഇത് വെച്ച് നിങ്ങളുടെ ചിലവ് രീതികൾ മനസ്സിലാക്കാനും ബഡ്ജറ്റ് കറക്റ്റ് ചെയ്യാനും പറ്റും. ചില കാർഡുകൾ നിങ്ങളുടെ ചിലവ് പരിധിക്ക് അടുത്തെത്തുമ്പോൾ അലേർട്ട് തരും. അത് കൂടുതൽ പൈസ ചിലവാക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കാർഡുകൾ ലാഭം തരുമെങ്കിലും ബില്ല് ലേറ്റായി അടച്ചാൽ വലിയ പലിശയും ഫീസും വരും. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ബില്ല് കൃത്യസമയത്ത് ഫുൾ എമൗണ്ട് ആയി അടയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓട്ടോ പേ ഓപ്ഷൻ സെറ്റ് ചെയ്താൽ കൃത്യസമയത്ത് പേയ്മെന്റുകൾ നടക്കും. കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ. കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ചില പ്രത്യേക കടകളുമായി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളുമായി ടൈഅപ്പ് ഉള്ള കാർഡുകളാണ്. ഉദാഹരണത്തിന് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾ തരുന്നുണ്ട്. ഈ കാർഡുകൾ പലപ്പോഴും പലചരക്ക് ഷോപ്പിങ്ങിന് വേണ്ടി സ്പെഷ്യൽ ആനുകൂല്യങ്ങളോടെയാണ് വരുന്നത്. പുതിയ ഓഫറുകളെ കുറിച്ച് അറിയുക.
ക്രെഡിറ്റ് കാർഡ് ഓഫറുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ബാങ്കുകൾ പുതിയ ഡീലുകളും ഓഫറുകളും കൊണ്ടുവരുന്നത് പതിവാണ്. നിങ്ങളുടെ ബാങ്കിന്റെ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആപ്പിൽ നോട്ടിഫിക്കേഷനുകൾ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ലാഭകരമായ ഓഫറുകളൊന്നും മിസ്സാവാതെ കിട്ടും. വാങ്ങിക്കൂട്ടലുകൾ ഒഴിവാക്കുക. ഡിസ്കൗണ്ടും റിവാർഡും ഒക്കെ കാണുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തോന്നാം. പക്ഷെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി പൈസ കളയരുത്. നിങ്ങളുടെ ലിസ്റ്റിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മാത്രം വാങ്ങുക. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കിയാൽ ശരിക്കും ലാഭം കൂട്ടാം. പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ശരിക്കും പൈസ ലാഭിക്കാനുള്ള ഒരു സൂപ്പർ മാർഗമാണ്. ക്യാഷ് ബാക്ക് ഓഫറുകളും റിവാർഡ് പോയിന്റുകളും ഡിസ്കൗണ്ടുകളും ഒക്കെ ശരിക്കും ഉപയോഗിച്ചാൽ നിങ്ങളുടെ മാസ ചിലവ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ബിൽ കൃത്യസമയത്ത് അടയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നന്ദി.